കോഴിക്കോട് നഗരത്തിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടികളെ കെയർ ഹോമിലേക്ക് മാറ്റും. പോലീസിനും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കും ശിശുക്ഷേമ സമിതി നിർദ്ദേശം നൽകി. കുട്ടികളെ യഥാർത്ഥ രക്ഷിതാക്കളെത്തിയാൽ നാട്ടിലേക്ക് പറഞ്ഞയക്കും. തെരുവിലുള്ള കുട്ടികളെ പുനരധിവസിപ്പിക്കാനുള്ള കെയർ ഹോമുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കുന്നില്ലെന്ന് ശിശുക്ഷേമ സമിതി ചെയർമാൻ പി അബ്ദുൽ നാസർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നാടോടി കുട്ടികളെ ഉപയോഗിച്ച് ലക്ഷങ്ങൾ പിരിക്കുന്നത് റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു. ഇന്നലെ ആ വാർത്തയെ തുടർന്ന് ഉടനെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചിരുന്നു. ആ സമയത്ത് മുഴുവൻ കുട്ടികളെയും നമ്മൾ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയിട്ട് രക്ഷിതാക്കളെ കണ്ടെത്തി നേരിട്ട് അവരുടെ സംസ്ഥാനം രാജസ്ഥാനാണത്. രാജസ്ഥാനിലേക്ക് അവിടെ നമ്മുടെ CWCന്റെ റിപ്പാട്രിയേഷൻ ഓർഡറോടുകൂടി ഇവിടുന്ന് ജുവനൈൽ പോലീസ് അടക്കം പോയി അവിടെ അവിടുത്തെ CWCയിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ ഈ റിപ്പോർട്ടിനെ തുടർന്ന് DCPO ശക്തമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് പോലീസിന്റെ തുടർച്ചയായ അടുത്ത ദിവസങ്ങളിൽ ഈ ചൈൽഡ് കെയർ സിസ്റ്റം ഒറ്റക്കെട്ടായിട്ട് ബീച്ചും അതുപോലെ നഗരത്തിന്റെ എല്ലാ ഏരിയകളിലും തെരഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തുന്നതിനൊരു പരിഹാരം ഉണ്ടാകുന്നതാണ്. VS രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. VS രഞ്ജിത്ത് ഇന്നലെ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണിത്. നമുക്കറിയാം, നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇത് പുറത്തു കൊണ്ടുവന്നതോടുകൂടിയാണ് അധികൃതർ ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അറിയേണ്ടത് എത്രത്തോളം ഫലപ്രദമായ രീതിയിലായിരിക്കും ഈ ഇടപെടൽ എന്നുള്ളത് കൂടിയാണ്, അല്ലേ? ശ്രുതി, തീർച്ചയായിട്ടും ഇന്നിപ്പോൾ കോഴിക്കോട് ബീച്ച് പരിസരത്ത് ഏകദേശം 24ഓളം കുട്ടികളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കണക്കെടുപ്പിൽ മനസ്സിലായത്. അതിനുശേഷം ആ കുട്ടികളെ കെയർ ഹോമിലേക്ക് മാറ്റാനുള്ള നടപടികൾ പോലീസിന്റെ സഹായത്തോടുകൂടി ചെയ്യുമെന്നാണ് CWC ചെയർമാൻ നമ്മോട് പറഞ്ഞത്. മാത്രമല്ല, ഈ കുട്ടികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന വാൻ കസ്റ്റഡിയിലെടുക്കാനും തീരുമാനമായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ കോടതിയെ സമീപിക്കുകയും കോടതി കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം പോകാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ CWCക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ സാധിക്കാറില്ല. ഈ കുട്ടികളെ രാജസ്ഥാനിലേക്ക്, അതായത് അവരുടെ നാട്ടിലേക്ക് കയറ്റി അയക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ തിരിച്ചറിയൽ രേഖകളുമായി എത്തുന്ന രക്ഷിതാക്കളോട് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകണം എന്നാവശ്യപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.